ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി മാത്രമേ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാവും. മുസ്ലിം സഹോദരന്മാർ അവരുടെ കുഞ്ഞുങ്ങൾ നാളെ തീവ്രവാദ സങ്കേതങ്ങളിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്ന മുസ്ലിം അച്ഛന്മാരും അമ്മമാരും വോട്ട് ചെയ്യുന്നത് തീവ്രവാദത്തെ നശിപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ബി ജെ പിയുടെ താമര ചിഹ്നത്തിലായിരിക്കും. ജമായത്തി ഇസ്ലാമിയുടെ മസ്തിഷ്കത്താൽ ചിന്തിക്കുന്ന മുസ്ലിം ലീഗാണ് പുതിയ മുസ്ലിം ലീഗ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ, ഒരു 2 അക്ക സംഖ്യയിലേക്ക് കേരളത്തിലെ ബി ജെ പിയുടെ MLA-മാരെ എത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല സമ്പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ അധീനതയിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം കൂടെ മതി. ഞങ്ങളെ തടയാൻ ഇടതിനും സാധിക്കില്ല, വലതിനും സാധിക്കില്ല. ഈ 2 മുന്നണികളുടെ അപ്രസക്തവും ബി ജെ പി ബംഗാൾ പോലെ ത്രിപുര പോലെ ബി ജെ പി നേതൃത്വം നൽകുന്നൊരു പുതിയ കേരളം അത് സൃഷ്ടിക്കപ്പെടും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സാധാരണക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും നിരീക്ഷകരെയും ഒരുപോലെ കൺഫ്യൂസ് ചെയ്യിച്ചതാണ്. അത്രയേറെ ശക്തമായ ത്രികോണ മത്സരം 35 മണ്ഡലങ്ങളിലേറെ നടന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്നിട്ടില്ല. അതുകൊണ്ട് പതിവ് ബൈപോളാർ മത്സരങ്ങളെ വിലയിരുത്തുന്നത് പോലെ നമുക്കിതിനെ ഒരു കാരണവശാലും കാണാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ട്രൈപോളാർ കോൺടെസ്റ്റ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പരിശോധിക്കാൻ നമുക്ക് ബി ജെ പിയുടെ പ്രതീക്ഷകൾ. നേരിട്ടെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് തോന്നുന്നു, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫലം പുറത്തു വരാനായിട്ട്, കൗണ്ടിങ് തുടങ്ങാനായിട്ട്? എത്രത്തോളം പ്രതീക്ഷകൾ? ഇപ്പോൾ എക്സിറ്റ് പോൾ റിസൾട്ടൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകണം. എന്താണ് ബി ജെ പിയുടെ വിലയിരുത്തൽ, അവസാനവട്ട വിലയിരുത്തൽ? ഫലം എന്തു തന്നെയായാലും ബി ജെ പിക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള പോക്കിന് ശക്തി പകരുന്നതുമായിരിക്കും ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഈ പ്രവർത്തനത്തിൽ എല്ലാത്തിലും ഇടപെടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള, അതിനിർണായകമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ മുന്നോട്ടുള്ള ഗതിക്ക് വലിയ ശക്തി പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. നേരത്തെ ശ്രീ ലിയോ ശരിയായ വണ്ണം പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് 35 ഏകദേശം 50-ൽ പരം മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ സാധിച്ചു. നിലവിലുള്ള MLA ഉൾപ്പെടെ ബി ജെ പിയോടൊപ്പം, അതും ഇടത് MLA ബി ജെ പിയോടൊപ്പം വരുന്ന സാഹചര്യം ഉണ്ടായി. 2 പ്രാവശ്യം MLA ആയിരുന്ന ഇടതുപക്ഷ നേതാവ് ബി ജെ പിയിലേക്ക് വന്നു. 3 പ്രാവശ്യം MLA ആയിരുന്ന CPM നേതാവ് ബി ജെ പിയിലേക്ക് വന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ ബി ജെ പിയിലേക്ക് വന്നു. അതുപോലെ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ബി ജെ പിയിലേക്ക് വന്നു. അങ്ങനെ നേതാക്കന്മാർ ഉൾപ്പെടെ KPCC ജനറൽ സെക്രട്ടറി ജോബ് ആലപ്പുഴയിൽ ബി ജെ പിയിൽ വന്ന് സ്ഥാനാർത്ഥിയായി. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ, DYFI-യുടെ, CPM-ൻ്റെ, CPI-യുടെ മുഴുവൻ നേതാക്കന്മാരും ഇങ്ങനെ ബി ജെ പിയിലേക്ക് വന്ന് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഇത് ബി ജെ പി കേരളത്തിലെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതീതി, ആ പ്രതീതി വളരെ ആത്മവിശ്വാസം നൽകുന്നതും ഭാവി കേരളത്തിൽ ബി ജെ പി ആണുള്ളത് എന്ന വ്യക്തമായ സന്ദേശവുമാണ്. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ കമ്പാർട്ട്മെൻ്റായിട്ടല്ല കാണുന്നത്. ബി ജെ പി ഒരു തുടർ പ്രക്രിയയാണ്. ബി ജെ പി 2024 ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി. അത് കഴിഞ്ഞ് 2025 ആയപ്പോൾ ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് ഞങ്ങൾ തെളിയിച്ചു. തിരുവനന്തപുരം നഗരസഭ പിടിച്ചു. 2 മുനിസിപ്പാലിറ്റികൾ ഞങ്ങളുടെ ഭരണത്തിലായി.
അതോടൊപ്പം തന്നെ നിരവധി പഞ്ചായത്തുകൾ ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ സാധിച്ചു. 1000-ഓളം ജനപ്രതിനിധികൾ ജയിച്ചു. അങ്ങനെ ബി ജെ പിക്കും അധികാരം കിട്ടും, ബി ജെ പിക്കും ഭരിക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീതി, എന്ന ഒരു ബോധ്യം അത് സൃഷ്ടിക്കാൻ 2025 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം 2026 ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നിരവധി MLA-മാരെ ജയിപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് അർഹതപ്പെട്ട ഒരു വോട്ട് പോലും ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അർഹതപ്പെട്ട മുഴുവൻ വോട്ടും ബി ജെ പിയുടെ പെട്ടിയിൽ വീഴണം. അതിനുവേണ്ടി വളരെ ആസൂത്രിതമായി സ്ഥാനാർത്ഥി നിർണയം, അതോടൊപ്പം തന്നെ അവിടുത്തെ നരേറ്റീവ്, അതുമാത്രമല്ല അവിടുത്തെ മറ്റ് പ്രചരണ സംവിധാനങ്ങൾ, ഇതെല്ലാം വളരെ കാര്യക്ഷമമായി വളരെ പ്രൊഫഷണലായി ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ലക്ഷ്യം നിരവധി MLA-മാരെ ജയിപ്പിക്കൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വരുന്ന അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു 10-50 പേരിലേറെ സജ്ജരാക്കൽ, അത് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുക്കലും കൂടി ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ 1-ാം ഘട്ട പ്രവർത്തനം പൂർത്തിയാവുക കേരളത്തിൽ ഒരു ബി ജെ പിക്കാരൻ MLA ആകുന്നതുകൊണ്ട് മാത്രം അല്ല. ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക കേരളത്തിൽ മുഖ്യമന്ത്രി ആകുന്നതോടുകൂടി മാത്രമേ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാവും. ഓക്കെ, അത് വളരെ സുചിന്തിതമായിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. അത് സമീപഭാവിയിൽ സംഭവിക്കും. അതിനുവേണ്ടിയുള്ള സാഹചര്യം കേരളത്തിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യം ഏറെക്കുറെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ നന്നായിട്ട് അതിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൻ്റെ അധികാരം കിട്ടാൻ പറ്റുന്ന രാഷ്ട്രീയ വാതാവരണം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അത് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. 2047 വരെയുള്ള ദേശീയ പദ്ധതികൾ BJP കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആരൊക്കെയാണ് കേന്ദ്രത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്, പ്രധാനമന്ത്രിയാകേണ്ടത്, ഓരോ സ്ഥാനം വഹിക്കേണ്ടത് ആരൊക്കെ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അതുപോലെ BJPക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസേരയിൽ ഒരു BJP നേതാവ് ഇരിക്കുന്നത് വരെയാണ് ആദ്യഘട്ടം നീണ്ടു നിൽക്കുക. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് ഏതെങ്കിലും തരത്തിലുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ടാവുമോ? ഇത്ര വർഷത്തിനകം ആദ്യഘട്ടം പൂർത്തിയാക്കണം എന്ന്? 1.5 വർഷം കൊണ്ടാണല്ലോ 25 വർഷത്തെ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം മാറ്റപ്പെട്ട് BJP ഭരണത്തിലേക്ക് വന്ന് കേവലം 1.5-2 വർഷത്തിനുള്ളിലാണ് 2% വോട്ടിൽ നിന്നാണ് അധികാര സ്ഥാനത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ 2011 പശ്ചിമ ബംഗാളിൽ BJPക്ക് 4% വോട്ടായിരുന്നു. ആ 4% വോട്ടും ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന 4% വോട്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ 77 സീറ്റിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും അധികാരത്തിലേക്കെത്തും എന്നുള്ളൊരു സാഹചര്യം പശ്ചിമ ബംഗാളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു നീണ്ട സമയം വേണം എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നാരും പറയില്ല. ഞങ്ങൾക്ക് ഏത് സമയത്തും ആ ഒരു ട്രിഗർ അത് കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രിഗറിനായി കേരളം കാത്തിരിക്കുകയാണ്. അതിന് പറ്റിയ സാഹചര്യങ്ങൾ കേരളത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമീപഭാവിയിൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു BJPക്കാരൻ വരും, ഉറപ്പാണ്. അതിനു വേണ്ടിയുള്ള ആ 1-ാം ഘട്ടം വരെയുള്ള പ്രവർത്തനങ്ങൾ വിശ്രമമില്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും. കേരളത്തിൻ്റെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ഒരു 48% മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഹിന്ദുക്കൾ 70%, 80% ഒക്കെ ഉണ്ട്, 60% ഒക്കെ ഉണ്ട്. അവിടെ ഫൈറ്റ് ചെയ്ത് കയറാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ഒരു തുടക്കം മുതൽ തന്നെ ഒരു ഹിന്ദു ബേസിൽ പ്രവർത്തിച്ചു വരുന്നൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ട് തന്നെ. കേരളത്തിൽ പക്ഷേ അത്തരത്തിൽ ഒരു സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും? ഇപ്പോൾ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അവരെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഒട്ടേറെ വെല്ലുവിളികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ചോദ്യം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇൻ്റഗ്രൽ ഹ്യൂമനിസത്തിലാണ്, ഏകാത്മ മാനവവാദത്തിലാണ്. ഓക്കെ, ഏകാത്മ മാനവവാദം എന്ന് പറയുന്നതാണ്
യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതരവാദം. എല്ലാ മനുഷ്യനിലും ഉള്ളത് ഒരേ സത്തയാണെന്നും എല്ലാവരും ഒരേ ജീവൻ്റെ അംശമാണ് എല്ലാവരിലും ഉള്ളതെന്നും വിശ്വസിക്കുന്ന ഏക മാനവവാദമാണ്, ഏകാത്മ മാനവവാദമാണ്. അതാണ് BJPയുടെ ഐഡിയോളജി. അപ്പോൾ അതിൽ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് അത് അവരുടേതായ പങ്കുണ്ട്, മുസ്ലിം സഹോദരന്മാർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ളതുണ്ട്, സിഖുകാർക്കും എല്ലാവർക്കും അതുണ്ട്. ഞങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു മതമല്ല, ഹൈന്ദവ സംസ്കാരമാണ്, ഹൈന്ദവ ദേശീയതയാണ്. അത് ഏകം സത് ബഹുധാ വദന്തി എന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ആദർശവുമായിട്ട് താതാത്മ്യപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ഒരു വശം. ഇത് ഞങ്ങൾ എങ്ങനെയാണ് പ്രായോഗികവൽക്കരിക്കുക എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 2-3 പ്രാവശ്യമായിട്ട് ജയിച്ചു വരുന്ന ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നില്ലേ? അവിടെ ക്രിസ്ത്യൻ മതം എന്ന പേരിൽ അവർ BJPക്കെതിരെ മതപരമായ വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞ് പ്രക്ഷോഭവും നടത്തുന്നില്ലല്ലോ, ഒരക്രമവും നടക്കുന്നില്ലല്ലോ, ഒരു വർഗീയ സംഘർഷവും നടക്കുന്നില്ലല്ലോ, ഒരു കലാപവും നടക്കുന്നില്ലല്ലോ. അവർ വളരെ സാറ്റിസ്ഫൈഡ് അല്ലേ? അതുകൊണ്ടല്ലേ മിസോറാമിലാണെങ്കിലും മേഘാലയയിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നു, വീണ്ടും BJPയെ തിരഞ്ഞെടുക്കുന്നു, വീണ്ടും BJPയെ തിരഞ്ഞെടുക്കുന്നു. ആ രീതിയിൽ അവരത്രയും സംതൃപ്തരായിട്ട് BJPയെ തിരഞ്ഞെടുക്കുകയല്ലേ 80%, 90% ക്രിസ്ത്യൻ പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് BJPയെ വർഗീയത എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ചില മാധ്യമ പ്രവർത്തകരുടെയും ഒരു ഹോബിയായിട്ട് വന്നിരിക്കുന്നു. അതിനിനി പ്രസക്തിയില്ല എന്നുള്ളത് ജനാധിപത്യ രീതിയിൽ കേരളത്തിൽ BJP തെളിയിച്ചു. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം BJPക്ക് കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രതിബന്ധമാകില്ല. അവരൊപ്പം നിൽക്കും, അവർ കൂടെ നിൽക്കും. അതിനുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകും. കാരണം ഇവിടെ ഞാൻ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളതല്ല, ഇവിടെ മനുഷ്യപക്ഷത്തുള്ളവർക്ക്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി ഭരണം അത് BJPയുടേത് മാത്രമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പല കാരണങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മുസ്ലിങ്ങൾ പലപ്പോഴും BJP ആശങ്കയോടെ കാണുന്നു, ശത്രുപക്ഷത്ത് കാണുന്നു. BJP വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ദോഷ സമയമായിരിക്കും എന്ന് പറയുന്നു, അവരുടെ ജീവിതം ദുസ്സഹമാകുമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരെ ഏത് തരത്തിൽ അതല്ല BJP അതല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയുള്ള മനുഷ്യരായിട്ടുള്ളവരെ ഒന്നായി കണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. കാരണം ഇപ്പോൾ അങ്ങ് പറഞ്ഞു, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഉദാഹരണം പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഉദാഹരണമൊന്നും അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അല്ല, അതിലൊരു വലിയ വിഷയമുണ്ട്. ഇപ്പം ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അമിത്ഷായും പറഞ്ഞത് എന്താ? അവിടെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ളവർക്ക് ആർക്കും ഇനി ഇവിടെ സ്ഥാനമില്ല. വളരെ വ്യക്തമാണ്. രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കും, ഉറപ്പാണ്, വ്യക്തമാണ്. ഇത് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. സാമാന്യ മുസ്ലിം സഹോദരന്മാർ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, ഈ തീവ്രവാദ വിഘടനവാദ വിധ്വംസക ശക്തികളുടെ പിടിയിൽ നിന്ന് മുക്തരാകുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ഒരു ക്രൈസിസാണ്. ആ ക്രൈസിസ് സാമാന്യ മുസ്ലിം സ്ത്രീകൾ ആ ക്രൈസിസിനെ വിജയകരമായിട്ട് അഭിമുഖീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തീവ്രവാദികൾക്കെതിരാണ്. 0 ടോളറൻസ് ടുവേഴ്സ് ടെററിസം എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും പൊതുവേദിയിലും ഒക്കെ ഞങ്ങൾ പറയുന്നു, ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ല ഞങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്യും. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, മുത്തലാഖ് നിരോധിച്ചു. മുത്തലാഖ് നിരോധിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് അഭിമാനത്തോടെ അന്തസ്സുറ്റ രീതിയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു വിപ്ലവകരമായിട്ടുള്ള സാഹചര്യമാണ് BJP ഗവൺമെൻറ് ഒരുക്കിയത്. മുസ്ലിം രാജ്യങ്ങളിൽ പോലും മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ പോലും മുത്തലാഖില്ല.
അപ്പോൾ സൗദി അറേബ്യയിലോ പാകിസ്ഥാനിലോ ഇല്ലാത്ത മുത്തലാഖ് ഈ ഇന്ത്യയിൽ വേണമെന്ന് പറയുന്ന ആ മതാന്ധതയാണ് ഞങ്ങൾ എതിർത്തത്. അത് മതേതരത്വത്തിൻ്റെ വിജയമാണ് എന്ന വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന മുസ്ലിം സഹോദരിമാർ കേരളത്തിലും ഇന്ത്യയിലും കോടിക്കണക്കിനുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അവർ വോട്ട് ചെയ്യുന്ന താമര ചിഹ്നത്തിലായിരിക്കും. അവരുടെ ആത്മാഭിമാനവും അവരുടെ അന്തസ്സിനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. അത് ഉറപ്പുവരുത്തിയ BJP അല്ലേ. അതുകൊണ്ട് മുസ്ലിം സഹോദരിമാർക്ക് അവരുടെ സമ്മതിദാനം സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അവർ വോട്ട് ചെയ്യുന്നത് താമരയ്ക്കാണ്. മുസ്ലിം സഹോദരന്മാർ അവരുടെ കുഞ്ഞുങ്ങൾ നാളെ തീവ്രവാദ സങ്കേതങ്ങളിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്ന മുസ്ലിം അച്ഛന്മാരും അമ്മമാരും വോട്ട് ചെയ്യുന്നത് തീവ്രവാദത്തെ നശിപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന BJPയുടെ താമര ചിഹ്നത്തിലായിരിക്കും. അങ്ങനെയുള്ളൊരു കേരളം രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെയുള്ള കേരളം എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോഴും മുസ്ലിം ലീഗിനെ നമ്മൾ എടുക്കും. മുസ്ലിം ലീഗിൻ്റെ അടിമയാണ് കോൺഗ്രസ്. ഏറ്റവും നല്ല അടിമയെ തേടി നടക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. VD സതീശനാണോ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉത്തമ അടിമ, അതോ KC വേണുഗോപാലാണോ ഉത്തമ അടിമ, അതോ ഇനി രമേശ് ചെന്നിത്തലയായിരിക്കുമോ ഉത്തമ അടിമ? അപ്പോൾ ഉത്തമനായിട്ടുള്ള ഒരു അടിമയെ തേടി മുസ്ലിം ലീഗ് നടക്കുകയാണ്. മുസ്ലിം ലീഗിനെ ജമായത്ത് ഇസ്ലാമി കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. പഴയ മുസ്ലിം ലീഗല്ല ഇനി കേരളത്തിൽ നമ്മൾ കാണാൻ പോകുന്ന മുസ്ലിം ലീഗ്. ജമായത്ത് ഇസ്ലാമിയുടെ മസ്തിഷ്കത്താൽ ചിന്തിക്കുന്ന മുസ്ലിം ലീഗാണ് പുതിയ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ തങ്ങളാണ് തുർക്കിയിലെ ഹാദിയ സോഫിയ പള്ളി തീവ്രവാദികൾ കയ്യേറി, ക്രിസ്ത്യൻ പള്ളി തീവ്രവാദികൾ കയ്യേറിയപ്പോൾ തീവ്രവാദികൾക്ക് അനുകൂലമായി പത്രപ്രസ്താവന ഇറക്കിയത്. അതേ തങ്ങളുടെ സാന്നിധ്യത്തിലാണ് 16-കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അവളെ ഇറക്കി വിട്, അവളെ എന്തിനാ വിളിച്ചത് എന്ന് ഒരു മതാന്ധനായിട്ടുള്ള മതമൗലികവാദി ആക്രോശിക്കുന്നത് ഇതേ തങ്ങളുടെ മുന്നിൽ വെച്ചാണ്. അപ്പോൾ മുസ്ലിം ലീഗ് നമ്മൾ ഇന്നേ വരെ പുറംചട്ടയണിയിച്ച് മതേതരം എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന മുസ്ലിം ലീഗല്ല ഇനി കേരളത്തിലെ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മുസ്ലിം ലീഗിൻ്റെ അടിമയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ആണ് ഇന്ന് പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മുസ്ലിം ഇനി സമ്പൂർണ്ണമായും പോളറൈസ് ചെയ്ത് തീവ്രവാദികളോടൊപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്ന പഴയ കാലം വരുന്ന ആളുകളിൽ മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിൽ ഒരു ക്യാമ്പയിനിങ്ങിന് നേതൃത്വം നൽകി, അതിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞ് കേന്ദ്ര നേതൃത്വവുമായുള്ള നല്ല കോർഡിനേഷനിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് എത്ര സീറ്റ് വരെ കിട്ടും എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകണം. എന്താണ് ആ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഫീഡ്ബാക്ക് എന്താണ്? ഫീഡ്ബാക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഫീഡ്ബാക്കാണ്. കാരണം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരൻ ദേശീയ തലത്തിൽ നിന്ന് വിനോദ് താവഡെയായിരുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച് ആ രീതിയിലുള്ള വലിയൊരു പ്രവർത്തന പരിചയമുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഏറ്റവും സീനിയറായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരിലൊരാൾ. അദ്ദേഹം കേരളത്തിൽ നടത്തിയ പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ വിനോദ് താവഡെയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സംസ്ഥാന ഇലക്ഷൻ ചാർജ് എന്ന നിലയിൽ ഞാനും ഒരു വലിയ ടീമുമാണ് കേരളത്തിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പല നേതാക്കന്മാരും മത്സരിച്ചതുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥികളെന്ന നിലയിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ അവിടുത്തെ ക്യാമ്പയിൻ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട്, നേതാക്കന്മാരെ എത്തിച്ചുകൊണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുവെ ഒരു വിന്നബിലിറ്റിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്ന കാര്യത്തിലും വളരെ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ പൊതുവെ ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അദ്ദേഹവും അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ഡേക്കറും
വിനോദ് താവ്ഡെയും ഒക്കെ വീണ്ടും കഴിഞ്ഞ 27-28 തീയതികളിൽ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞേക്കുന്നത് വളരെ പ്രശംസനീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ സംസ്ഥാന ഘടകത്തെ അനുമോദിച്ചിട്ടുണ്ട്. അതൊരു വലിയ കോംപ്ലിമെൻ്റായിട്ട് കാണുകയാണ്. എന്തായാലും ശരി, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ, ഒരു 2 അക്ക സംഖ്യയിലേക്ക് കേരളത്തിലെ BJPയുടെ MLA-മാരെ എത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആ പ്രവർത്തനം ഫലവത്താകും എന്നുള്ള ഒരു വിശ്വാസം എത്രത്തോളമാണ്? കാരണം 2 അക്കം എന്ന് പറയുമ്പോൾ ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളിൽ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് 3 മുതൽ 7 വരെ സീറ്റ്. അതിൽ 1-2 എണ്ണം 11ഉം 15ഉം ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏതിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനേക്കാൾ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ, തദ്ദേശീയമായിട്ടുള്ള രസതന്ത്രം എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു എന്താ പറയുക, അതിൻ്റെ ഫീഡ്ബാക്ക് അതേപടി കിട്ടത്തില്ല. ഓക്കെ, പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 2 അക്ക സംഖ്യയിലേക്ക് താമര ചിഹ്നത്തിൽ ജയിക്കുന്ന, അല്ലെങ്കിൽ NDAയുടെ താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഉള്ളവർ ജയിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാൻ BJP NDAക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 അക്ക സംഖ്യയ്ക്ക് മുകളിലേക്ക് ജയിച്ചു വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സർപ്രൈസ് ഒന്നുമല്ല. കാരണം ഞങ്ങൾ ആ പണി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റതെല്ലാം നമ്മൾ 4-ാം തീയതിയിലേക്ക് വിട്ടുകൊടുക്കുക. ഈ നിയമത്ത് വോട്ടുകളുടെ എണ്ണം വെച്ച് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് ജയിച്ചു കയറാവുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പോളറൈസേഷനും ഒപ്പം ചില അടിയൊഴുക്കുകളും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഒക്കെ തന്നെ UDF ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അത് അവർ പറയുന്നു അവർ വിജയിക്കും എന്ന് പറയുന്നുണ്ട്, LDF പറയുന്നു അവർ വിജയിക്കുമെന്ന്. എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? LDFൻ്റെയും UDFൻ്റെയും അടിയൊഴുക്കെന്ന് പറയുന്നത് എന്താ? ഒരു സമുദായ സംഘടനയും അവരുടെ പിന്നാലെ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു സമുദായ സംഘടനയും ഹിന്ദു സമുദായ സംഘടനയും LDFനെയോ UDFനെയോ പിന്തുണച്ച് പോകുന്നില്ല. ക്രിസ്ത്യൻ സമൂഹവും BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പഴയതുപോലെ BJPയെ തോൽപ്പിക്കാം, LDFനെയോ UDFനെയോ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്നില്ല. ആ കേരളം മാറിക്കഴിഞ്ഞു. ഓക്കെ, ആകെ ഇപ്പോൾ SDPIയുടെ വോട്ട് അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് അത് കോൺഗ്രസിനാണോ CPMനാണോ കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന അടിയൊഴുക്ക്. അതെ, വർഗീയ രാജ്യദ്രോഹ സംഘടനകളുടെ വോട്ട് കൈപ്പത്തിയിൽ കൂടുതൽ വീണോ അരിവാളിൽ കൂടുതൽ വീണോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നേമം പോലെയുള്ള ഒരു സ്ഥലത്ത് ജനത തീവ്രവാദികളുടെ ശിങ്കിടികളാകുന്നവർക്ക് എതിരാണ്. അവരുടെ അടിയൊഴുക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അവിടെ BJPയെ ജയിപ്പിക്കാൻ നേമം ജനതയ്ക്ക് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നേമത്തിനെ സംബന്ധിച്ച് എനിക്കുള്ളത്. മറ്റൊരു വളരെ വലിയ മത്സരം നടക്കുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് വളരെ വ്യക്തമായി പറഞ്ഞാൽ എല്ലാ മാർഗവും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. UDF പക്ഷേ ചിത്രത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. BJP ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രീ V. മുരളീധരൻ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴക്കൂട്ടത്ത് വളരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ളൊരു പ്രവചനങ്ങളാണ് എല്ലാവരും പറയുന്നത്. ആർക്ക് വേണമെങ്കിലും അനുകൂലമായി വരാം എന്ന്. BJP അങ്ങനെയാണോ കരുതുന്നത്? അല്ല, നിയമവും കഴക്കൂട്ടവും സംഘടനാ മികവും സ്ഥാനാർത്ഥി മികവും അതോടൊപ്പം തന്നെ ഇത് രണ്ടിലും മുൻതൂക്കം നിൽക്കുന്ന 2 മണ്ഡലങ്ങളാണ്. അതിൽ രണ്ടിടത്തും 2 രാഷ്ട്രീയമുണ്ട്. അതിൽ നിയമം രാഷ്ട്രീയം വേറൊരു രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതിന് അതിൻ്റേതായ വിജയം ഉണ്ടാകും. ഇവിടെ കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടത്ത് ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ചില ബന്ധങ്ങൾ, CPMൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ ചില ബന്ധങ്ങളും, ആ ബന്ധങ്ങളിൽ നല്ലതും ഉണ്ടായിരുന്നു, മോശവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോശപ്പെട്ട ബന്ധങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിൽ പൊട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ മന്ത്രിയെടുത്ത വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ
ആ നിലപാടുകൾ അവിടെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ, ഒന്ന് അവിടുത്തെ CPM സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള കൊള്ളരുതായ്മകൾ, അതൊരു വശം. രണ്ടാമത് അദ്ദേഹം ശബരിമല വിഷയത്തിലെടുത്ത ഗുരുതരമായിട്ടുള്ള വിശ്വാസവഞ്ചന. ഈ രണ്ട് വിഷയവും കാര്യമായിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ആ സാഹചര്യവും BJPക്ക് അനുകൂലമായിട്ട് മാറും എന്ന് തന്നെയാണ് കഴക്കൂട്ടത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ല പൊതുവേ വോട്ട് ഷെയർ ശക്തമായി വർദ്ധിപ്പിച്ച ഒരു ജില്ലയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നെടുമങ്ങാടായാലും കാട്ടാക്കടയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ചിറയൻകീഴാണെങ്കിലും വർക്കലയാണെങ്കിലും ഒക്കെ വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന പ്രകടനമൊക്കെ പല സ്ഥലത്തും ഉണ്ടാകും എന്നൊക്കെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണോ BJP കരുതുന്നത്, അതോ ചില അട്ടിമറി വിജയങ്ങളൊക്കെ നേടുമോ? ഈ തിരുവനന്തപുരം ജില്ലയിലെ 14 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു 11 സ്ഥലത്തെങ്കിലും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കിട്ടാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. 11 ഇടമുണ്ട്. 11 ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ലഭിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. കാരണം ഏകദേശം 6.5 ലക്ഷം വോട്ട് താമര ചിഹ്നത്തിൽ നൽകിയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തെ ജനത ഞങ്ങളെ എപ്പോഴും കൈനീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ലിയോയ്ക്ക് അറിയായിരിക്കും, ഒന്ന് ഇപ്പോൾ 2014 കേരളത്തിൽ ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് 14,000 വോട്ടിനാണ് ഒ രാജഗോപാൽ. അത് കഴിഞ്ഞ് 2015 ആയപ്പോൾ അന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിട്ട് എനിക്ക് ഇരിക്കുന്ന സമയത്താണ് ഒ രാജഗോപാൽ 2014 പാർലമെൻറ്റിൽ പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 2015 ആയപ്പോൾ ഞങ്ങൾ 6 കൗൺസിലർമാരായിരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അത് 35 കൗൺസിലർമാരെ ജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. 4 പഞ്ചായത്ത് ഭരണം, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇതൊക്കെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 2016 ആയപ്പോൾ അന്ന് പാർലമെൻറ്റിൽ 2014 പരാജയപ്പെട്ട ഒ രാജഗോപാലിനെ നിയമത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചു. അസംബ്ലിയിൽ MLA ആക്കാൻ സാധിച്ചു 2016. ഈ രീതിയിൽ ഞങ്ങളുടെ വളർച്ച 2020 ആയപ്പോൾ ഞങ്ങൾക്ക് അസംബ്ലി കോർപ്പറേഷനിൽ 35 നിന്ന് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല, പക്ഷേ ഞങ്ങൾ നിലനിർത്തി. അത് കഴിഞ്ഞ് 2025 ഞങ്ങൾക്ക് 35-നെ 34 അതിനിടയിൽ 34-നെ 50-ലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ അടിവെച്ച് മുന്നോട്ട് പോവുകയും ആ ഒരു ഗ്രാജുവലായിട്ടുള്ള മുന്നേറ്റം സംഘടനാ തലത്തിലും രാഷ്ട്രീയ രംഗത്തും സൃഷ്ടിച്ച് മുന്നേറുന്ന ഒരു അസംബ്ലി, ഒരു ജില്ലയാണ്. ആറ്റിങ്ങൽ മേഖലയിൽ ഞങ്ങൾ എപ്പോഴാണോ ഞങ്ങൾ കുറച്ച് ഗൗരവത്തിൽ കണ്ടു തുടങ്ങിയത്, ആ സമയം മുതൽ ആറ്റിങ്ങലിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് വരുന്നുണ്ട്. വർക്കലയിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നു, ആറ്റിങ്ങലിൽ BJP മുമ്പിൽ വന്നു, കാട്ടാക്കടയിൽ BJP മുമ്പിൽ വന്നു കഴിഞ്ഞ പാർലമെൻറ്റിൽ തന്നെ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 3 അസംബ്ലികളിൽ BJP ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 6 അസംബ്ലികളിൽ BJP നേരത്തെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. വേറൊരു 5 അസംബ്ലികളിലും കൂടി BJPക്ക് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാവുന്ന രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാലും യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. തിരുവനന്തപുരം ജില്ല സമ്പൂർണ്ണമായിട്ടും BJPയുടെ അധീനതയിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം കൂടെ മതി. ആ രീതിയിലേക്കുള്ള ജനപിന്തുണ, സംഘടനാ ശക്തിയും ജനപിന്തുണയും BJPക്ക് തിരുവനന്തപുരത്ത് ആർജിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റ് ചർച്ചയിൽ വന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരമുണ്ട്, പാലക്കാടുണ്ട്. ഈ 2 സ്ഥലത്തും BJPയുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സാണ് രംഗത്തുള്ളത്. അവിടെയൊക്കെ ചില വിഷയങ്ങൾ വിവാദമുണ്ടാക്കുകയും ചെയ്തു. എന്താണ് മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ പാലക്കാട്ടും താമര വിരിയുമോ ഇക്കുറി? മഞ്ചേശ്വരവും പാലക്കാടും സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അസംബ്ലികളാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ്, തൃശ്ശൂർ, ചാത്തന്നൂർ, അതോടൊപ്പം ദേവികുളം, കുന്നത്തുനാട്, തിരുവല്ല, പാല, പൂഞ്ഞാർ. അതെ, ഇങ്ങനെ ഈവൻ
ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പത്രപരസ്യം കൊടുത്തിരിക്കുന്ന ഹരിപ്പാട് ഞങ്ങളുടെ സന്ദീപ് വചസ്പതി അവിടെ വിറപ്പിച്ചിരിക്കുക. എങ്ങനെ വരും എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ എവിടെയാണ് ഒരു വിജയപ്രതീക്ഷയോടല്ലാതെ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം അല്ലാതെ ഇഞ്ചോടിഞ്ച് പോരാടാത്ത ഒരു അസംബ്ലി മണ്ഡലം പോലും ഇല്ല. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ആ രീതിയിലുള്ളൊരു പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പം അങ്ങ് 2 എണ്ണം പറഞ്ഞു, ഞാൻ ഒരു 10-11 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു മാത്രം. ഇനി മറ്റു മണ്ഡലങ്ങളെടുത്താലും ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്ത് വലിയ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. പാലക്കാട്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ എപ്പോഴും ടാർഗറ്റ് ചെയ്താണ് കേരളത്തിലെ ചില ആൾക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവസാന ദിവസങ്ങളിൽ ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതവിടുത്തെ ജനതയെ ബാധിക്കുന്ന വിഷയമല്ല. ജനങ്ങൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കാണിച്ച നാടിനെ അപമാനിച്ച അതിനോട് പ്രതികാരം ചെയ്യാൻ സജ്ജരായിട്ടിരിക്കുകയാണ് പാലക്കാട്ടെ ജനത. അത് സ്വാഭാവികമായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടായിട്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് 3ാമതും അധികാരം കിട്ടി. അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടുത്തെ ജനവികാരം BJPക്ക് അനുഗുണമാണ് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് 3ാമതും പാലക്കാട് BJPയുടെ ഭരണം വരുന്നത്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരം പൊതുവേ ഉണ്ടെങ്കിൽ പാലക്കാട്ട് അത് കോൺഗ്രസിനെതിരായിട്ടുള്ള ജനവികാരവും കൂടിയാണ്. അപ്പോൾ അത് BJPക്ക് സ്വാഭാവികമായിട്ട് ശക്തി പകരം ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഘടകകക്ഷികളുടെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ 2020 വലിയ സ്ഥാനം കൊടുത്തത് മറ്റ് ഘടകകക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടോ? അങ്ങനെയുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അത് ഒരു കമ്പാർട്ട്മെൻറ്റായിട്ട് മാത്രം, അതിന് ഒറ്റപ്പെട്ട ഒരു കമ്പാർട്ട്മെൻറ്റായിട്ടല്ല കണക്കാക്കുന്നത്. ഓക്കെ, ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനവും ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതിന് കാര്യക്ഷമമായിട്ടുള്ള അത്യാവശ്യം എല്ലാവരുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി സംവിധാനം വിജയകരമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് 2020 BJPയോടൊപ്പം വന്നത് ഞങ്ങൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുമ്പിലേക്ക് വെച്ച വികസിത കേരളം എന്നുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ പ്രതിധ്വനിയാണ്. അത് സ്വീകരിച്ചുകൊണ്ടാണ് 2020 BJPയോടൊപ്പം വരുന്നത്. BDJS കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയോടൊപ്പം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ച സ്ഥലങ്ങളും അവർ ആഗ്രഹിച്ച സ്ഥലങ്ങളും കുറച്ചൊക്കെ കൊടുത്തു, കുറച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അതൊരു രൂപത്തിലേക്കായതാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുന്നണിക്കകത്ത് ഘടകകക്ഷികൾ എന്ന നിലയിൽ NDA മുന്നണിക്കകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്ത് ചില പ്രവർത്തകർക്ക് അതിൽ വിഷമമുണ്ടായിട്ടുണ്ട്. ഇന്നിടത്ത് താമര ചിഹ്നം ഇല്ലാതെ വന്നതിൽ കുറച്ച് വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോൾ രാഷ്ട്രീയം ഞങ്ങളുടെ ഈ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള, എന്ത് കഷ്ടപ്പാടും പ്രസ്ഥാനത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിട്ടുള്ള സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകരാണ് ഞങ്ങളോടൊപ്പമൊക്കെ ഉള്ള ഞങ്ങളുടെ പ്രവർത്തകർ. BJP പ്രവർത്തകർ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകർ ഈ BJPയുടെ ഭാവിയുടെ രാഷ്ട്രീയം, അതിന് ഇത്തരത്തിലുള്ള മുന്നണി ബന്ധങ്ങൾ സുദൃഢമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സംഘടനയ്ക്കകത്തും മുന്നണി സംവിധാനത്തിനകത്തും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയോ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള ചർച്ചകളോ ചിന്തകളോ ഒന്നും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലില്ല, പാർട്ടിയിലുമില്ല, മുന്നണിയിലുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളതെല്ലാം വളരെ വിജയകരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ഈ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും എടുത്ത് പരിഗണിച്ച് അതിൽ ഒക്കെ തന്നെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു നേതാവിനെയാണ് ദേശീയ അധ്യക്ഷനായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബീഹാറിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബീഹാറിൽ ആ മാക്രോ ലെവലിൽ പോയി കാര്യങ്ങൾ, ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ച്
ഉജ്ജ്വലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. അതിന് നിർണായക പങ്കുവച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കേരളത്തിലും ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കാസ്റ്റ് വോട്ടുകൾ വളരെ നിർണായകമാണ്. കേരളത്തിൽ ഈ ഈഴ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ. നായർ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം വന്നു കഴിഞ്ഞു. ഈഴ വോട്ടുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നുണ്ട്. കാരണം ഏറ്റവും CPM-നെ പിടിച്ചു നിർത്തിയിരുന്നത് ഈഴ വോട്ടുകളാണ്. അപ്പോൾ ഈ വോട്ട് BJP-യിലേക്ക് നേരത്തെ നേതാക്കൾ വരുന്നു എന്ന് പറഞ്ഞതുപോലെ വോട്ട് അല്ലെങ്കിൽ ഈ വിഭാഗത്തിലുള്ളവരുടെയൊക്കെ തന്നെ വോട്ട്, എല്ലാ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് വരുന്നതും തുടർന്നുകൊണ്ടിരിക്കുമോ? അല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ പൊതുവേ കേൾക്കുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ കുറിച്ച് മാത്രമാണ് പുറത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്നതും കേൾക്കുന്നതും. അതെ. പക്ഷേ ഞങ്ങൾ വിജയകരമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തൊരു പ്രവർത്തനമാണ് ഹിന്ദു സമുദായ സംഘടനകൾക്കിടയിൽ BJP-യുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം. ആ പരിശ്രമത്തിൽ ഞങ്ങൾക്ക് ഗണ്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കേവലം NSS, SNDP മാത്രമല്ല, അത് കൂടെ ഇപ്പം താങ്കൾക്കറിയാലോ, ധീവര മഹാസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കൊച്ചിയിൽ നടന്ന പരിപാടി. അതോടൊപ്പം തന്നെ 25-ലേറെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരും അവരുടെ സംഘടനാ സംവിധാനവുമായിട്ട് BJP-ക്ക് നല്ല ആത്മബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അത് മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല, വലിയ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ, ജില്ലാതലത്തിൽ, ഏറ്റവും താഴെ തലത്തിൽ സാമുദായിക ഘടകങ്ങളുമായിട്ട് നല്ല ആത്മബന്ധവും നല്ല ഒരു ഒരു ബോണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും, ഭാവിയിലും ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് സംശയമല്ല. കാരണം എല്ലാവരും തേടിപ്പോകുന്നത് വലിയ വലിയ വോട്ട് ബാങ്കുകളുടെ പുറകിലാണ്. പാവപ്പെട്ട ചെറിയ ചെറിയ സമുദായങ്ങൾ അവർ സംഘടിതരല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സംഘടനകൾ ഉള്ളതിൻ്റെ പേരിൽ, അവർക്ക് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് പ്രൂവ് ചെയ്യാൻ ശക്തിയില്ലാത്തതിൻ്റെ പേരിലൊക്കെ അവഗണിച്ച്, അവഹേളിച്ച്, അപമാനിച്ചിട്ടിരിക്കുന്ന OBC പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങൾ, അവരുമായിട്ട് ഞങ്ങൾക്ക് ആത്മബന്ധം, അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്, BJP-ക്ക് അവരുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു. അവരുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്നവർ പഴയ CPM-കാരായിരിക്കാം, പഴയ കോൺഗ്രസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ സമുദായങ്ങളുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കുന്ന വലിയ ഒരു സക്സസ്, ഔട്ട്റീച്ച്, സോഷ്യൽ ഔട്ട്റീച്ചിൽ വലിയൊരു സക്സസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അതിൽ ഒരു വശം ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ്, പിന്നെ ആ സമുദായങ്ങൾ മനസ്സിലാക്കുന്നു ആരാണ് അവരുടെ ശത്രു, ആരും മിത്രമാരും എന്ന് ഈ കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി മിത്രം BJP-യെ ഉള്ളൂ, ആത്യന്തികമായി മിത്രമായിരിക്കാൻ പറ്റിയത് BJP മാത്രമാണ് എന്ന് ആ സമുദായങ്ങൾക്ക് മനസ്സിലായി. ഒരു ചോദ്യം കൂടി. അങ്ങ് നേരത്തെ പറഞ്ഞു, അനൂപ് ആൻ്റണിയുടെ കാര്യം പറഞ്ഞു, ഷോണിൻ്റെ കാര്യം പറഞ്ഞു, പൂഞ്ഞാറിൽ PC-യുടെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞത്, തിരുവല്ലയിലെ വോട്ടറാണ്, ഈ അനൂപ് ആൻ്റണി എവിടെ നോക്കിയാലും അനൂപ് ആൻ്റണിയെ കാണാം, എവിടെയും എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടുപേരും കൂടി ചേർത്ത് നടത്തിയ പ്രവർത്തനത്തിനേക്കാൾ ഉപരിയുള്ള ഒരു റീച്ച് ഔട്ട്, ആൾക്കാരിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിന്നാലോ കൂട്ടമായി നിന്നാലോ അവിടേക്ക് അനൂപ് എത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കി ആ സമൂഹത്തിനിടയിലേക്ക്, ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്ക് കയറുവാൻ അനൂപിലൂടെ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. ഷോൺ അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJP-ക്ക് വളരെ ശക്തമായി കേരളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വെപ്പണാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. നിയമപരമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കേസും അതുപോലെ തന്നെ മീഡിയ അഡ്രസ്സ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. PC ജോർജിനെ നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി. പക്ഷേ ഈ FCRA എന്ന് പറയുന്നത് ഒരു തെറ്റായ സമയത്ത് വന്നുപോയി. ഇത് ഒരു തരത്തിൽ BJP-ക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്ക് കയറുവാൻ, അവരുടെ വോട്ട് നേടുന്നതിന് എന്തെങ്കിലും തരത്തിൽ തടസ്സമായിരിക്കുമെന്ന്
എന്നൊക്കെ ഒരു വിലയിരുത്തൽ വന്നിരുന്നു. എന്താണ് FCRA വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില 1-2-3 പേർ എന്തിനാണ് ഇത്രയും അതിൽ വലിയ താല്പര്യം കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം FCRA ഒരിക്കലും ഒരു മതവുമായി FCRAയ്ക്ക് ബന്ധമില്ല. അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിർവഹണം സുതാര്യമാക്കാനും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമാണ്. ഈ പരിശ്രമത്തിൽ ഇത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം വിഷയമാണ്. സാധാ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് FCRA എന്താണെന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. അത് അവരുടെ മനസ്സിലൊന്നുമില്ല. ഇത് 1, 2, 3, 4, 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിഷയമാണ്. ആ വിഷയം ആ രീതിയിൽ തന്നെ കാണണമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ 1-2 പേർ അത് ആ രീതിയിൽ കണ്ടില്ല. അവരതൊരു വലിയ വിഷയമാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നു, സാമാന്യ ക്രിസ്ത്യൻ സഹോദരന്മാർ ആ FCRAയിൽ കുടുങ്ങി BJPക്കെതിരായിട്ടൊന്നും വന്നിട്ടില്ല. അവർ BJPയോടുള്ള അവരുടെ പ്രതിബദ്ധത അവർ വോട്ട് ചെയ്ത് നിർവഹിച്ചു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ വേറൊരു സംഭവം, ഈ BJPയുടെ പ്രാദേശിക നേതാക്കൾക്ക് കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഈ FCRAയിൽ അതൊരു രാജ്യസുരക്ഷയുടെ വിഷയമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തിനെതിരെ ഒന്നും ഇല്ല. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ കൃത്യമായ ഒരു ബോധവൽക്കരണം മാത്രം മതിയാകും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ പദ്ധതികൾ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ റുപ്പേ കാർഡ് പ്രധാനമന്ത്രി നടപ്പിലാക്കിയ ഒരു സ്കീമാണ് 2 ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് കവറേജ്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അതറിയില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി സംസാരിക്കുമ്പോൾ അതറിയില്ല. റുപ്പേ കാർഡിൽ ഇത്തരത്തിലൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം അറിയുന്നില്ല. അതുപോലെ തന്നെ ഫോൺ പേയിലൂടെ നമ്മൾ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും കേന്ദ്രം നടപ്പിലാക്കുന്ന വിഷയങ്ങളാണെങ്കിലും. കാരണം ഇതെല്ലാം സാധാരണക്കാരിലേക്ക് കടന്നു കയറാനുള്ള ഉപാധികളാണേ. തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഠിന പ്രവർത്തനം ചെയ്യുന്ന, ത്യാഗം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള, ജീവിതം തന്നെ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള, ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകരാണ് BJPയുടെ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രവർത്തകർ. പക്ഷേ അവർ ഇവിടുത്തെ CPMും കോൺഗ്രസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ രാഷ്ട്രീയക്കാരായിട്ട് അത്രയ്ക്ക് രൂപാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനെ ലോക്കൽ ലീഡേഴ്സ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി BJP അതാത് സ്ഥലങ്ങളിൽ വിജയിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലോക്കൽ ലീഡേഴ്സിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അത് പരിഹരിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള എല്ലാം പരിഹരിച്ച് ഞങ്ങൾ കേരളത്തിലെ BJPക്കാരനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രോസസ്സിൽ ഞങ്ങൾക്കിനി പരിഹരിക്കാനുള്ളത് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനും അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും, കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കിയെന്ന് ഉറപ്പുവരുത്താനും, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനും ഒക്കെ സാധിക്കുന്ന, വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ള, വീട്ടിലെ ഒരു സഹോദരനെ പോലെയുള്ള, സഹോദരിയെ പോലെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ ഞങ്ങൾക്ക് ഇനി വാർത്തെടുക്കാൻ സാധിക്കും. ആ ലോക്കൽ ലീഡർഷിപ്പാണ് ഞങ്ങളുടെ സമർപ്പിതരായിട്ടുള്ള പ്രവർത്തകരെ ലോക്കൽ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് മാറ്റുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ലിയോയുടെ ഈ ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതും കൂടെ പരിഹരിച്ചാൽ അതെ, ഞങ്ങളെ തടയാൻ ഇടതിനും സാധിക്കില്ല, വലതിനും സാധിക്കില്ല. ഈ 2 മുന്നണികളുടെ അപ്രസക്തവും BJP ബംഗാൾ പോലെ, ത്രിപുര പോലെ BJP നേതൃത്വം നൽകുന്നൊരു പുതിയ കേരളം അത് സൃഷ്ടിക്കപ്പെടും. ഇതിന് ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ പരിഹരിക്കാനും സാധിക്കും. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് സുരേഷ് സംസാരിച്ചിരിക്കുന്നത്. BJP നേതൃത്വത്തിൻ്റെ ആകെ ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ വീണ്ടും പറയുകയാണ്. അതായത്
കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനം അത് ഒരു ഘട്ടമായി നടപ്പിലാക്കും. ആ മുഖ്യമന്ത്രി അധികാരത്തിലേറുന്നത് വരെ ആയിരിക്കും ആ ഒന്നാം ഘട്ടം നിലനിൽക്കുക. അതിനുശേഷം രണ്ടാം ഘട്ടം തുടങ്ങും. അപ്പോൾ ഈ ഒന്നാം ഘട്ടം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ 2 അക്ക നേട്ടം കൈവരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞു. ഈ എക്സിറ്റ് പോൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കൊരു നേട്ടം BJP നേതാക്കൾ അല്ലെങ്കിൽ BJP എന്ന പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൈവരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്ക് കാത്തിരുന്ന് കാണാം 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. എല്ലാവിധ ആശംസകൾ നേരുന്നു അങ്ങേക്ക്. താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.